സോസ് വെച്ചിട്ട് ഒരു ഡിഷാണ്. കാണുന്നുണ്ടോ? ഇത് വലിയ കുഴപ്പമില്ലാത്ത സോസാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റല്ല, ശരിക്കും ചിക്കൻ തൈസാണ് എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ തൈസ് അങ്ങനെ കിട്ടാനില്ല. അപ്പോൾ ഇത് നമ്മൾ ബട്ടർഫ്ലൈ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ജസ്റ്റ് ഒന്നുമില്ല, ഒരു കട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ നല്ല കട്ടിക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ബ്രസ്റ്റ് ഒരുമാതിരി റബ്ബർ പോലെ ഉണ്ടാവും. റബ്ബറല്ല, ഒരു കട്ടി കൂടും. അപ്പോൾ നമുക്കൊന്നും കൂടി സോഫ്റ്റ് ആക്കണം. ശരിക്കും തൈസ് ആകുമ്പോൾ, കാലിൻ്റെ പീസാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, ടെൻഡർ ആയിരിക്കും. ഏകദേശം ഇതേപോലെ ഉണ്ടാവും. നേരത്തെ കണ്ടത് ഇങ്ങനെയായിരുന്നു. ബട്ടർഫ്ലൈ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഇതിനി അതിൻ്റെ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അനുസരണയോടെ നിന്നോണം, ഞാൻ പലതും കാണിക്കും. ഇപ്പോൾ എടുത്ത് വെച്ച എല്ലാ ചിക്കനും ഇതേപോലെ നല്ല ഷാർപ്പിലാക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുക. സാധാരണ ഇതിൻ്റെ മീറ്റ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാമർ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്തില്ല. അതാണ് സാധാരണ ചെയ്യാറ്. ഒരു ബീഫ് സ്റ്റേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്കാർ അങ്ങനെ ചെയ്യും. അതേപോലെ രണ്ട് സൈഡ് ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ. ഇനി അടുത്ത് നമുക്കൊരു എഗ്ഗിൻ്റെ മഞ്ഞ മാത്രം എടുക്കണം. ഇനി നമുക്ക് ഓരോ ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് നമുക്ക് ഇതിൽ വാഷ് ചെയ്യാം. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് സോഫ്റ്റ് ആവും, മോയ്സ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ അവിടെ വെക്കട്ടെ. ഇനി അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കോൺഫ്ലവറിലേക്ക് കോട്ട് ചെയ്യാനുള്ള ഏകദേശം ഒന്ന് പരത്തിയതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ ബ്രസ്റ്റ് ഇതിലേക്ക് അങ്ങോട്ട് വെക്കുക. നല്ലോണം ഒന്ന് കോട്ടായിക്കോട്ടെ. അതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കുക. പൊടി കോർത്ത് പോവും. എല്ലാ സൈഡും ഒന്ന് ആവണം എന്തായാലും. ഇത് സംഭവം ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും ചിക്കൻ. ഇതിൽ ഉപ്പ് ഇടുന്നില്ല ശരിക്കും പറയാൻ വെച്ചാൽ. ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി. എന്നുവെച്ചാൽ ടെറിയാക്കി സോസിൽ അത്യാവശ്യം ഉപ്പും മറ്റേ സോയാ സോസും എല്ലാം ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് എടുക്കാം. സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ വയ്ക്കാം. ഒലീവ് ഓയിൽ സാധാ വെളിച്ചെണ്ണ വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടാം. 4 മിനിറ്റ് എല്ലാ സ്ഥലത്തും ഒന്ന് ഓടിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചിക്കൻ മോളിലാണ്. ഒരു സൈഡ് നമുക്കൊരു 4 മിനിറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ അല്ല, ഒരു കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ വരുമല്ലോ, ആ ഒരു റേഞ്ചിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിം വെച്ചിട്ടുള്ള കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സോസ് ഒഴിക്കുന്ന സമയത്ത് ഫുള്ള് മീഡിയം ഫ്ലെയിമിലാണ് പോകേണ്ടത്. അപ്പോൾ കുറച്ചൊന്ന് നോക്കണം, ഇടയിൽ ഇടയ്ക്ക് അടിച്ച് പിടിക്കാനുള്ള നോക്കണം. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഏകദേശം ഒന്ന്
സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. നമ്മൾ ഇഞ്ചിന് തവിട് കൂടി. ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അടിക്കുന്നുണ്ട്. സ്പ്ലിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അടിപൊളി, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ സൈഡിൽ ഒരു 4 മിനിറ്റ് കുക്ക് ചെയ്യണം. ഏകദേശം ആയിട്ടുണ്ട് നമ്മളെ സാധനങ്ങൾ. ഞാൻ മാറ്റി വെക്കാൻ പോവാണ്. ഇനി അടുത്ത ഇത് ഏതായാലും നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഞാൻ പറഞ്ഞ സോസില്ലേ, ടെറിയാക്കി സോസ്, അത് ഒഴിക്കാൻ പോവാണ്. മീഡിയം ഫ്ലെയിമിലാണിത് കുക്ക് ചെയ്യുക. കുറച്ച് ഇത്ര വെക്കാം. ഇനി അടുത്ത ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്ഥലത്തും എത്തിച്ചു വെക്കണം. സോസിൻ്റെ കളർ ഇങ്ങനെ മാറിയിട്ട് ചെറുങ്ങനെ ഒരു ബ്ലാക്ക് കളർ വരും. ആ സമയം നമ്മളാണ് നോക്കേണ്ടത്. 2 സൈഡും അതേപോലെ തന്നെ ഒരു 2 മിനിറ്റ് വെക്കുക. പിന്നെ ഇതിൽ ലാസ്റ്റ് നമ്മൾ ഇടുന്ന എള്ളില്ലേ, എള്ള് റോസ്റ്റഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ബ്ലാക്ക് അല്ല, വൈറ്റാണ്. ബർഗറിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവില്ല, അതേപോലത്തെ സാധനം. ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് വിതറി കൊടുക്കാം. ഇത് ഓഫാക്കണം ഞാൻ. ഇപ്പം നമുക്കിത് കട്ട് ചെയ്യണം. ഒന്ന് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം. നമുക്ക് ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്ത പീസ് ഒന്നും കൂടി ഇതിലേക്ക് തന്നെ കുറച്ചും കൂടി സോസ് വെച്ചിട്ടൊന്ന്, കുറച്ച് മതി, അത്ര വേണ്ട. ചിക്കനൊക്കെ നല്ലോണം ടെൻഡറായിട്ട് ഇപ്പോൾ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം